എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പം തേണ്ട ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ രാവിലത്തെ ജോലികളാണ്. ഇന്നിപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാൻ ഒരു 3 മണിക്കൂർ സമയമുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ 1 മണിക്കൂർ ഇവർക്ക് കുറച്ചിട്ടുണ്ട്. നേരത്തെ വൈകുന്നേരം വരാം. 7 മണിക്ക് എന്നുള്ളത് 6 മണിക്ക് വരാം. അത് കാരണം ഇപ്പം ഉച്ചയ്ക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചോറ് കൊടുത്തു വിടണം. അപ്പോഴത്തേന് വേണ്ട ഞാൻ എഴുന്നേറ്റിട്ട് ചോറ് ഉണ്ടായിരുന്നതൊന്ന് തിളപ്പിച്ച് വാർത്തേ. പിന്നെ ഇപ്പം നമുക്ക് ചൂട് കൂടുതലായതുകൊണ്ട് എനിക്ക് പകലൊന്നും സഫാരിലൊന്നും പോയി വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല. മാളിലേ സാധനങ്ങളൊന്നും പോയി വാങ്ങിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിന് നമ്മുടെ വണ്ടിയുടെ കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുവാണേ. അത് കാരണം ചേട്ടനും അവനും നടന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സമയങ്ങളിൽ പോകുന്നത്. പിന്നെ നമ്മൾ നടന്ന് പോയി വാങ്ങിക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കണമെങ്കിൽ പാടല്ലേ. അപ്പം ഇന്നൊന്ന് പോയി നോക്കണമെന്ന് വിചാരിക്കുന്നത്. കാരണം ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം പിന്നെ വണ്ടിയൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പാടല്ലേ. ടാക്സിക്കൊക്കെ നല്ല ചാർജുമുണ്ട്. പിന്നെ വണ്ടി നന്നാക്കണേലും നല്ല പൈസയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. എല്ലായ്പ്പോഴും എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. എല്ലാം തരണം ചെയ്ത് നമ്മൾ പോകണം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പം ഞാൻ തേണ്ട ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം തേണ്ട നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഗോൾഡൻ കളറൊന്നും ആയി വരണ്ട. അതിന് മുമ്പേ നമുക്ക് ചെറിയ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ട നമ്മൾ കുറച്ച് ചെമ്മീൻ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീൻ ചെയ്ത ചെമ്മീൻ കറി വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. അതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വേണ്ട സവോള ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചില്ലേ നമ്മുടെ അരപ്പ്, തേങ്ങായും മുളകും എല്ലാം കൂടെ അരച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചാറ് എത്രയാണോ ആവശ്യം അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേ രീതിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇത് വെക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ചെമ്മീനും എല്ലാം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാണ് എടുക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് വെക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെയാണ് എടുത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പക്ഷേ മാങ്ങ ഇവിടെ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ കിട്ടുന്നതൊക്കെ ഈ വാടി പോലത്തെ മാങ്ങയാണ്. പിന്നെ ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തത്. കുടംപുളി ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതേ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോഴത്തേനും ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേനും ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ ഗ്രേവി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ ഇവിടുത്തെ ചെമ്മീൻ നമ്മുടെ വളർത്തുന്ന ചെമ്മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ചെമ്മീൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല ഇവിടുത്തെ ചെമ്മീൻ. എന്നാലും ചെമ്മീനല്ലേ, നമുക്ക് കൂട്ടുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ട് കൂട്ടാറില്ല ചെമ്മീൻ. ഇപ്പം കുറച്ച് വെച്ചിരിക്കുവാണ് കൂട്ടുന്നതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ചെമ്മീനും ഞണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറൊക്കെ ഉണ്ണാൻ 2-3 പ്രാവശ്യം ചോറുണ്ണാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് നോക്കിയതാണ് തിളച്ച് പറ്റിയോന്ന്. അപ്പോൾ ആയിട്ടില്ല. ആ സമയം കൊണ്ട് നമുക്കൊരു ബീട്രൂട്ട് അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തോരനാക്കി എടുക്കാമെന്ന് പറയുന്നത്. കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഈ ചെമ്മീൻ അരച്ചതിൻ്റെ ബാക്കി കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട്. അതും കൂടെ നമുക്കൊന്ന് എടുത്ത് തോരനൂടെ വെക്കാമെന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ട്. അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേണ്ട നമ്മുടെ കറി നന്നായിട്ട് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനിടയ്ക്ക് ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന്
മൂടി വെച്ച് പറ്റിച്ചെടുക്കാം. അതിന് ശേഷം ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഞാൻ ചൂടാക്കി എടുക്കണം. അത് ചൂടാക്കിയ ചേട്ടന് സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എത്ര സാമ്പാറുണ്ട്, സാമ്പാറിൻ്റെ കൂടെ വെള്ളച്ചോറാണ് പുള്ളിക്ക് ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ മട്ടയാണ്, ഞാനും രാഹുലും മട്ടയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് അതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുക്കും. രാവിലെ കുറച്ച് ചോറുണ്ടോണ്ടല്ലേ പോകുന്നത്, അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ 2-3 പപ്പടം കൂടി ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ പുള്ളിക്ക് അത് മതി, അതുകൊണ്ട് ഞാൻ 2-3 പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുവാണേ. പിന്നെ സാമ്പാറുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന്. എനിക്ക് ഗോതമ്പ് ദോശയും സാമ്പാറും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. കനം കുറച്ച് നല്ല ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ നല്ല ചൂട് സാമ്പാറും കൂടി ഉണ്ട്, അടിപൊളിയല്ലേ കഴിക്കാനായിട്ട്. എനിക്ക് അരിദോശയുടെക്കാളും ഇഷ്ടം ഗോതമ്പ് ദോശയും സാമ്പാറും കോമ്പിനേഷനാണ് ഇഷ്ടമായി. പണ്ട് തൊട്ടേ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പപ്പടം വറുത്ത് ചേട്ടന് ചോറ് കൊടുത്തു. ചേട്ടന് 5:30 ആകുമ്പോൾ പോകും, വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നടന്നാണ് പോകുന്നത്. വണ്ടി കിട്ടുന്നിടം വരെ ഇനിയിപ്പോൾ അങ്ങനെയാണ്. രാഹുൽ പിന്നെ ഇവിടെ വേറെ ഒരാളുടെ വണ്ടിയിലാണ് പോകുന്നത്. അത് ഒരു 6:30-7 ആകുമ്പോഴാവും പോകത്തുള്ളൂ. അപ്പോഴത്തേന് നമ്മുടെ തോരൻ കറിയും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.